നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. സുഗാം സുരേഷ് കീഴടങ്ങിയിരിക്കുന്നു. അതായത് എയർപോർട്ടിലെ ഉദ്യോഗസ്ഥയായിരുന്ന മേഘ എന്ന കൂടൽ സ്വദേശിയായ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ച് അവളെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സുഗാം സുരേഷ്. ഇന്ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയിരിക്കുന്നത്. കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത് എന്നതുകൊണ്ട് തന്നെ പേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് സുഗാം സുരേഷിനെ കൂട്ടിക്കൊണ്ടുപോകേണ്ടതുണ്ട്, ഏറ്റെടുത്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് പേട്ടയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് പേട്ട പോലീസ് സ്റ്റേഷനിലെത്തും. തുടർന്ന് തെളിവെടുപ്പുകൾ ഉണ്ടാകും. പിടിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ നിരവധി തവണ സുഗാം സുരേഷ് മുൻകൂർ ജാമ്യത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ചിരുന്നു. അത് തള്ളിയതിന് പിന്നാലെ ആണ് കീഴടങ്ങൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച മേഘയുടെ പിതാവ് ചീഫ് മിനിസ്റ്ററെ കണ്ട് പിണറായി വിജയൻ സാറിനെ കണ്ടിട്ട് കാര്യങ്ങൾ പറയുകയും അത് ധരിപ്പിക്കുകയും ചെയ്തതോടുകൂടി ഇനിയും നിക്കക്കള്ളിയില്ല എന്ന് മനസ്സിലാക്കിയാണ് കീഴടങ്ങിയിരിക്കുന്നത്. അതായത് സുഗാം സുരേഷിൻ്റെ അഡ്വക്കേറ്റായിട്ടുള്ളത് ഒരു CPM അഡ്വക്കേറ്റാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കീഴടങ്ങാൻ അവർ തന്നെ നിർദ്ദേശിച്ച് പെട്ടെന്ന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇതിനകത്ത് ഈ സുഗാം സുരേഷിനെ പിടിക്കാനും സുഗാം സുരേഷിന് ജാമ്യം കിട്ടാതിരിക്കാനും കാരണമായത് അദ്ദേഹത്തിൻ്റെ ഫോൺ, അതായത് ആപ്പിൾ ഫോൺ അദ്ദേഹത്തിൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു കണ്ടത്. അവിടെ നിന്ന് ആപ്പിൾ ഫോൺ കണ്ടെടുത്തോടുകൂടി ആപ്പിൾ ഫോണിൽ വാട്സപ്പിലല്ല ടെലിഗ്രാമിൽ കുറച്ച് മെസ്സേജുകൾ അയച്ചിരുന്നു. അതായത് നീ എപ്പോഴാണ് മരണപ്പെടുന്നത്, നീ എപ്പോഴാണ് ചാകുന്നത്, നീ ചത്തിട്ട് വേണം എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ, എനിക്ക് നിന്നെ വേണ്ട. ഇത്രമാത്രം ക്രൂരമായ വാക്കുകളാണ് ആ പെൺകുട്ടിയോട് പറഞ്ഞത്. വർഷങ്ങളായിട്ട്, ഒരു വർഷമായി പരിചയപ്പെട്ട് 6 മാസത്തിൽ കൂടുതലായി ഇവർ ശാരീരികമായും മാനസികമൊക്കെ അവളുമായി ബന്ധപ്പെട്ട് അവളുടെ ധനവും അവളുടെ എല്ലാ ശമ്പളവും കവർന്നെടുത്തതിന് ശേഷം അവളുടെ ഇത്രയും ശമ്പളം വാങ്ങിക്കുന്ന ഒരു IB ഉദ്യോഗസ്ഥയുടെ ബാങ്ക് അക്കൗണ്ടിൽ 600 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി പണമെല്ലാം തട്ടിയെടുത്ത ശേഷമാണ് സുഗാം സുരേഷ് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച് അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത്. അവൾ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് നിർദ്ദേശം പറഞ്ഞുകൊണ്ട് തന്നെയാണ് സുഗാം സുരേഷിനോട് സംസാരിച്ചുകൊണ്ടാണ് ട്രെയിനിന് മുന്നിലേക്ക് അവൾ നടന്നു നീങ്ങിയത്. അങ്ങനെ ക്രൂരമായി അവളെ കൊല ചെയ്യുന്നതിന് അവന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഒരു വാക്കുകൊണ്ട് പോലും നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട്, എനിക്ക് കുറച്ച് സമയം തരൂ എന്ന് പോലും പറയാതെ അവളെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് അവളന്ന് ആ ട്രെയിനിന് തലവെച്ച് കൊടുത്തത്. അങ്ങനെ ഒരു കുടുംബത്തിനെ മൊത്തം അനാഥമാക്കിക്കൊണ്ട് മധു എന്ന് പറയുന്ന അദ്ദേഹത്തിന് ആകെ ആണും പെണ്ണുമായിട്ടുള്ള ഏക സന്തതിയായിരുന്നു ഈ മേഘ എന്ന് പറയുന്ന കുട്ടി. വളരെ മിടുമിടുക്കിയായ, വളരെ ഒതുക്കത്തോടെ അടക്കത്തോടെയും സഞ്ചരിച്ചിരുന്ന അവളെ സാധുവായ ആ പെൺകുട്ടിയെ വളച്ച് അവളെ ദുരുപയോഗം ചെയ്ത ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് സുഗാം സുരേഷിൻ്റെ ഒരു ബന്ധം മാത്രമല്ല, നിരവധി ബന്ധങ്ങളാണ് ഇതേപോലെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അത് പ്രതികളൊക്കെ, അതിനകത്ത് ഇരയായവരൊക്കെ ഇപ്പോൾ മുന്നോട്ട് വരികയും ഞാൻ ഇരയായി എന്നും എൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടി എന്നും അവർ വെളിപ്പെടുത്താത്തത്തോളം കാലം ഈ കേസിൽ ഇത് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പലരും മുന്നോട്ട് വന്ന് ഈ വിവരം പറയാൻ തയ്യാറാകുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് സുഗാം സുരേഷിന് രക്ഷപ്പെടാനാകുന്നത്. എന്തായാലും സുഗാം സുരേഷിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ ആ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ആരുടെയൊക്കെ പണമാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലീസ് പുറകെ കണ്ടെത്തും. എന്നിട്ട് ആരൊക്കെയാണ് ഇരയായിട്ടുള്ളത് എന്നതും കണ്ടെത്തും. എന്തായാലും ഇനിയുമെങ്കിലും ആ കേസിന് ഒരു മുന്നോട്ടുള്ള ഒരു അതൊരു പ്രോഗ്രസ് ഉണ്ടാകും എന്നാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. കുടുംബം ഇപ്പോൾ ഞങ്ങളോട് ഇത് പങ്കുവെക്കുകയുണ്ടായി. അവർക്ക് ആ ഒരു കണ്ടെത്തിയല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ. ഏതായാലും പോലീസിന് വലിയ ജോലിഭാരം ഈ കേസിന് ഉണ്ടായില്ല. കാരണം എല്ലാം അച്ഛനാണ് കണ്ടുപിടിച്ചു കൊടുത്തത്. കാരണം ആ കുട്ടി ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് പോലും കണ്ടുപിടിക്കപ്പെട്ടത് സുഗാം സുരേഷ് ഇവളെ പീഡിപ്പിച്ചു എന്നുള്ള സത്യം മനസ്സിലാക്കിയത് മേഘയുടെ മുറി പോലീസ് പരിശോധിച്ച ശേഷം താക്കോല് പിതാവിനെ ഏൽപ്പിക്കുകയും പിതാവ് അതിനുശേഷം കൃത്യമായി ഒരു അന്വേഷണം നടത്തുകയും ചെയ്തപ്പോഴാണ് അവളുടെ ബാഗിൽ നിന്ന് കുറേ മരുന്നുകൾ വാങ്ങിച്ച ലിസ്റ്റ് കാണുന്നത്. ആ മരുന്ന് എന്തിൻ്റെയാണ് എന്ന് അദ്ദേഹം ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോഴാണ് അത് അബോർഷനുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ആ കുട്ടി അതുകൊണ്ട് തന്നെയാണ് ആ കേസിന് വഴിത്തിരിവാകുന്നതും. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഈ മോളുടെ അക്കൗണ്ട് പരിശോധിക്കാനായിട്ട് അദ്ദേഹം ബാങ്കിൽ പോയി അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് ഈ പണമെല്ലാം പോയിരിക്കുന്നത് സുഗാം സുരേഷിൻ്റെ അക്കൗണ്ടിലേക്കാണെന്ന് മനസ്സിലാകുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും
ഒരു വളരെയധികം സങ്കടത്തിൽ താൻ കഴിയുമ്പോഴും ഒരു പിതാവ് തൻ്റെ മകൾക്ക് വേണ്ടി, തൻ്റെ മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഒരു കഥ കൂടി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇപ്പോഴും ആണ് CM-നെ പോയി കണ്ടതിന് ശേഷമാണ് ഈ കേസിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നത്. ഏതായാലും കേരളീയം ന്യൂസ് ഇടപെടുകയും ഈ കേസിൽ യാതൊരു വിധമായ അനക്കമില്ല എന്നുള്ള കാര്യം പൊതുമധ്യത്തിൽ ഏർപ്പെടുത്തുകയും പൊതുമധ്യത്തിൽ പറയുകയും ചെയ്തതോടുകൂടി മറ്റ് ചാനലുകളൊക്കെ അത് ഏറ്റെടുക്കുകയും എത്ര പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കേരളീയ ന്യൂസിന്റെ ഒരു ചാരിതാർത്ഥ്യമായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു. എന്തായാലും ഈ കേസിൽ അദ്ദേഹത്തിന് മരണപ്പെട്ട മകൾക്ക് നീതി കിട്ടണമെന്ന് പറയുന്നതിലല്ലോ അർത്ഥം. ആ പിതാവിനും മാതാവിനും നീതി കിട്ടട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. ഏതായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.